ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താ, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിൽ PSC നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലെ. PSCയുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിൽ ഉടനടി തന്നെ നോട്ടിഫിക്കേഷൻ അഥവാ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാനുള്ള നീക്കം PSCയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് സാധ്യതകൾ, ഒരുപാട് വേക്കൻസി വരുന്ന ഒരു തസ്തികയാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അപ്പൊ നന്നായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പരീക്ഷയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ഭാഗവും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ഭാഗവും നമുക്ക് എന്തിന് പഠിക്കേണ്ടതുണ്ട്? കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. രണ്ടും, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എത്രയായിരുന്നു കഴിഞ്ഞ തവണത്തെ നിയമന നില, അതേപോലെ കട്ട് ഓഫ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ വിശദമായിട്ടുള്ള വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് തന്നെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇത് എത്തിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നുള്ളതാണ് മെക്കാനിക്കൽ ആയിട്ടുള്ള ITI സിലബസിലെല്ലാം IC എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാവാറുണ്ട്. IC എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് സിലബസിൽ കാണാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിലെ IC എഞ്ചിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് ആദ്യം ബേസ് കാര്യങ്ങളിൽ തുടങ്ങാം. അല്ലെ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം. ഇനിയിപ്പോ പരീക്ഷ ഒന്നും ആവശ്യമില്ല. ഇലക്ട്രിക്കലാർക്കാണെങ്കിലും മെക്കാനിക്കലാർക്കാണെങ്കിലും ഒക്കെ അറിയേണ്ട ഒരു കാര്യമാണ് എഞ്ചിൻ കപ്പാസിറ്റി. നമ്മൾ പറയും ഇത്ര CC ഉള്ള എഞ്ചിനാണെന്നൊക്കെ പറയും അല്ലെ, ഇത്ര CC ഉള്ള എഞ്ചിനാണെന്നൊക്കെ പറയും. ഇപ്പൊ മാരുതി 800 എന്ന് പറഞ്ഞാൽ അതിന്റെ മാരുതി 800 CC എഞ്ചിനാണ് എന്നാ പറയാ. യൂണിക്കോൺ 150 ഉണ്ട്, 160 ഉണ്ട്. 150 CC ബൈക്കാണ് യൂണിക്കോൺ എന്ന് പറയും. അല്ലെങ്കിൽ 160 CC ബൈക്കാണ് യൂണിക്കോൺ എന്ന് പറയും. ആക്റ്റീവ ആണെങ്കിൽ 110 CC ആണെന്ന് പറയും. ആക്റ്റീവ 125 CC ആണെന്നൊക്കെ പറയും. അപ്പൊ എന്താണ് ഈ CC? എഞ്ചിനുമായി ബന്ധപ്പെട്ട് എന്താണ് CC എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അതിൽ നിന്ന് പഠിച്ചു തുടങ്ങാം അല്ലെ. ജസ്റ്റ് ഏതൊരാൾക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എഞ്ചിന്റെ CC എന്താ. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ 150 CC എഞ്ചിൻ, അല്ലെങ്കിൽ ആക്റ്റീവ 125 CC ആണ്, മാരുതി 800 CC ആണ്. അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കലാർക്കും മെക്കാനിക്കലാർക്കും ഒരേപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എഞ്ചിന്റെ സ്ട്രോക്ക് വോളിയം എന്ന് പറയും. എന്താണ് സ്ട്രോക്ക് വോളിയം എന്ന് പഠിക്കാം. അപ്പൊ കുറച്ച് ടെക്നിക്കൽ ടേം ആണ് അല്ലെ. എന്താണ് സ്ട്രോക്ക് വോളിയം എന്ന് പഠിക്കണം. ആ ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയത്തിനെ എത്ര സിലിണ്ടർ ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ടെക്നിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനകത്ത് എന്തുണ്ടാവും, സിലിണ്ടർ ഉണ്ടാവും. ഇതിപ്പോ ബൈക്കുകളൊക്കെ ആണെങ്കിൽ, 2 വീലറുകളൊക്കെ ആണെങ്കിൽ അതൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഇതാണ് സിലിണ്ടർ എന്ന് പറയുന്ന ഭാഗം. ഞാനിപ്പോ റെഡ് കളറിൽ മാർക്കിയിരിക്കുന്ന ഭാഗത്തെയാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഞാൻ ഇലക്ട്രിക്കലാർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മെക്കാനിക്കലാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ആദ്യമേ കാര്യം എന്താണെന്ന്. ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം, ഇപ്പൊ ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം ഇൻറ്റു എത്ര സിലിണ്ടർ ഉണ്ട് ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്നുള്ളതിനെയാണ് എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം എന്ന് നോക്കാം. സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം രണ്ടും ഒന്ന് തന്നെയാണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എഞ്ചിൻ കപ്പാസിറ്റി പഠിക്കുവാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നോക്കിയേ, ഇതാണ് ഒരു എഞ്ചിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ അഥവാ ഒരു എഞ്ചിൻ മുറിച്ചു കഴിഞ്ഞാൽ, എഞ്ചിൻ ചിത്രത്തിൽ കാണുന്ന പോലെ മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഒരു എഞ്ചിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ വളരെ കൃത്യമാണ്. ഇവിടെ നോക്കിയേ, ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു ഭാഗം. പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്കും താഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. ആ പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും ചലിക്കുന്നുണ്ട്. മുകളിലേക്ക്
അഥവാ ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്നത് ഇത്രയും സിലിണ്ടറിന്റെ ഇത്രയും ഭാഗത്താണ് ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്നത്. പിസ്റ്റൺ ഇതുവരെ താഴത്തേക്ക് വരും, ഇവിടെ എത്തിയാൽ പിന്നീട് മുകളിലേക്ക് പോകും, മുകളിലെത്തിയാൽ വീണ്ടും പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് വരും, വീണ്ടും താഴത്തെത്തിയാൽ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനിതപ്പോ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം, ഞാനിതപ്പോ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗത്താണ് ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്നത്. അപ്പൊ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു ഭാഗം എല്ലാ എഞ്ചിനകത്തും ഉണ്ട്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നാ പറയുക. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നാണ്. അപ്പൊ ആ ഒരു പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം എല്ലാ എഞ്ചിൻ സിലിണ്ടറിനകത്തും ഉണ്ട്. അതിങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ചലിക്കുന്ന സമയം കൊണ്ടാണ് നമുക്ക് പവർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് റൊട്ടേഷണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആവുമല്ലോ ഉണ്ടാവുക. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലല്ലേ ആ ഒരു ഭാഗം ഉണ്ടാവുക. അത്രയും ഭാഗത്തുള്ള വോളിയം അല്ലെങ്കിൽ അത്രയും ഭാഗത്തുള്ള വ്യാപ്തത്തെയാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അതായത് ഒരു എഞ്ചിൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കിയത് ഒരു 6 സിലിണ്ടർ എഞ്ചിനാ. ബസ്സിലും ലോറിയിലും ഒക്കെ ഇതേപോലെയുള്ള 6 സിലിണ്ടർ എഞ്ചിനുകളാണ് ഉണ്ടാവുക. ഇതൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ടറുകളുടെ എണ്ണം സിംഗിൾ സിലിണ്ടർ, 2 സിലിണ്ടർ, 3 സിലിണ്ടർ, 5 സിലിണ്ടർ, 6 സിലിണ്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ സിലിണ്ടറിനകത്ത് എന്തുണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ അങ്ങനെ താഴത്തേക്കും മുകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. ആ പിസ്റ്റൺ അങ്ങനെ താഴത്തേക്കും മുകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ആ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അപ്പൊ ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തുള്ള സിലിണ്ടറിന്റെ വ്യാപ്തം, പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തുള്ള സിലിണ്ടറിന്റെ വ്യാപ്തത്തെയാണ് സ്ട്രോക്ക് വോളിയം അഥവാ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തുള്ള വോളിയം, ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തുള്ള ഇത്രയും ഭാഗത്തുള്ള ആ ഒരു വ്യാപ്തത്തെയാണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണല്ലോ, ആ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ഇത്രയും ഭാഗത്തെ വ്യാപ്തത്തിനെയാണ് സ്ട്രോക്ക് വോളിയം അഥവാ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിൻ കപ്പാസിറ്റി എന്താ, ഇനിയൊന്ന് എഞ്ചിൻ കപ്പാസിറ്റി എന്താ, എഞ്ചിന്റെ CC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി. എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. അതായത് ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം എടുക്കും. ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം എത്രയാണ്, 150 cc ആണ്. 150 cc ആണ് ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം. 150 cc ആണ് ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. ആകെ ഒരു സിലിണ്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, യൂണിക്കോൺ 150 cc എന്ന് പറയുവാൻ സാധിക്കും. അതായത് പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തുള്ള സിലിണ്ടറിന്റെ വോളിയം അതേ ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ മാരുതി 800നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു 800 cc എഞ്ചിനാണ്. എത്ര cc ആണ്, 800 cc എഞ്ചിനാണ്. എത്ര സിലിണ്ടർ ഉണ്ട്, 3 സിലിണ്ടറും ഉണ്ട്. എത്ര സിലിണ്ടർ ആണ്, മാരുതി 800 എന്നൊക്കെ പറഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിനുകളായിരിക്കും. 3 സിലിണ്ടറുമാണ്, 800 cc ആണ് ഇതിന്റെ കപ്പാസിറ്റി. അപ്പൊ ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം എത്രയായിരിക്കും, 800 ഡിവൈഡർ ബൈ 3 ആയിരിക്കും. 800 ഡിവൈഡർ ബൈ 3 ആയിരിക്കും ഒരു സിലിണ്ടറിന്റെ കപ്പാസിറ്റി. സേ നമുക്കൊരു 285 ഒക്കെ എഴുതാം. ഒരു 285 cc ഉള്ള ഒരു സിലിണ്ടർ, അങ്ങനത്തെ 3 സിലിണ്ടറുകൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ 800 cc ഉള്ള ഒരു എഞ്ചിൻ നമുക്ക് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പൊ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. നമ്മുടെ മെക്കാനിക്കൽ ലെറ്റർ ആയിട്ടുള്ള പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. എഞ്ചിൻ കപ്പാസിറ്റി അഥവാ CC എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം ഓഫ് 1 സിലിണ്ടർ ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ. അപ്പൊ എന്താണ് സ്ട്രോക്ക് വോളിയം എന്ന് ചോദിച്ചാൽ ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തുള്ള വോളിയം, ആ പിസ്റ്റൺ കടന്ന് മുകളിലേക്കും താഴത്തേക്കും ചലിക്കുന്ന ഭാഗത്തുള്ള വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രോക്ക് വോളിയം എന്ന് പറയാ. ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ, ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 1000 cc ഉള്ള ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയാറുണ്ട്, 1 ലിറ്റർ എഞ്ചിൻ എന്നൊക്കെ പറയാറുണ്ട്. 800 cc ഉള്ള എഞ്ചിനുകൾ നമ്മൾ 0.8 ലിറ്റർ എഞ്ചിൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ 1.2 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്ര cc ആയിരിക്കും, 1.2 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1200 cc ആയിരിക്കും. 1.2 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1200 cc ആയിരിക്കുമെന്ന് പഠിച്ചു വെക്കുക. സിമ്പിൾ കാര്യമല്ലേ, സിമ്പിൾ കാര്യമാണ്. അപ്പൊ 2.8 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2.8 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 2800 cc ആയിരിക്കും. 2800 cc ആയിരിക്കും. 1.5 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1500 cc ആയിരിക്കും. 1.6 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1600 cc ആയിരിക്കും അതിന്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പൊ എഞ്ചിൻ കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ
സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എഞ്ചിൻ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്ന ഭാഗം. എഞ്ചിൻ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെക്നിക്കൽ പദങ്ങൾ എന്നാണ് അർത്ഥം. എഞ്ചിൻ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെക്നിക്കൽ ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഞ്ചിൻ ടെർമിനോളജി എന്ന് പറയുന്നത്. എഞ്ചിൻ ടെർമിനോളജിയിൽ എല്ലാവർക്കും കേട്ടിട്ടെങ്കിലും ഉണ്ടാവും എന്താ? TDC BDC. മെക്കാനിക്കലാർക്കൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും, ഇലക്ട്രിക്കലാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. TDC BDC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ചലിക്കല്ലേ, അതായത് ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തേക്ക് ചലിക്കുന്നുണ്ട്. ആ പിസ്റ്റൺ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ചലിക്കുന്നുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഈ പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന പരമാവധി ഉയരം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിസ്റ്റൺ എന്ത് ചെയ്യാണ്? താഴത്തേക്ക് ചലിച്ചു തുടങ്ങാണ്. താഴത്തേക്ക് പിസ്റ്റൺ ചലിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്? പിസ്റ്റൺ മുകളിലേക്ക് ചലിച്ചു തുടങ്ങാണ്. അപ്പോൾ പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? TDC അഥവാ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയാം. പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റിനെയാണ് TDC അഥവാ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയാം. പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും താഴെയുള്ള പോയിന്റിനെയാണ് BDC അഥവാ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയാം. അപ്പൊ TDC BDC എന്നൊക്കെ പറഞ്ഞാൽ പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റ് TDC, പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും താഴെയുള്ള പോയിന്റിനെ BDC എന്നും പറയുന്നു. പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റിനെ TDC എന്ന് പറയുന്നു. അപ്പൊ ഇത് പിസ്റ്റൺ ഇതുവരെ എത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിസ്റ്റൺ താഴത്തേക്ക് ചലിച്ചു തുടങ്ങും. പിസ്റ്റൺ ഇതുവരെ എത്തുള്ളൂ. ഇവിടെ എത്തിയ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ചലിച്ചു തുടങ്ങുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ താഴത്തേക്കും വരാൻ പറ്റില്ല, ഒരു പരിധിയിൽ കൂടുതൽ മുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? പിസ്റ്റൺ ചലിക്കുവാൻ സാധിക്കില്ല. അപ്പൊ ആ പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തെ വോളിയത്തിനെയാണ് സ്ട്രോക്ക് വോളിയം അഥവാ സെപ്റ്റ് വോളിയം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പിസ്റ്റന്റെ ചലനത്തെ, പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പിസ്റ്റന്റെ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിന് പറയുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പൊ ആ പിസ്റ്റന്റെ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിന് പറയുന്ന പേരാണെന്ത്? ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് അതിന്റെ രൂപം ഉണ്ടാവുക. ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റ് അല്ല, ഇത് വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ്. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഏതാണ്ട് ഇതേപോലെയാണ് ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ രൂപം ഉണ്ടാവുക. ഈ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിസ്റ്റനെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് പിസ്റ്റനെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് അവിടെ മാറ്റി വരയ്ക്കാം. ഇതേപോലെ താഴത്തേക്ക് വരും. പിസ്റ്റൻ എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് വരും. വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റൻ എന്ത് ചെയ്യും? ഇതേപോലെ മുകളിലേക്ക് പോകും. അപ്പോൾ പിസ്റ്റന്റെ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഷാഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിൻ കപ്പാസിറ്റി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ആണ്. സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ ആണ് എന്ത്? എഞ്ചിൻ കപ്പാസിറ്റി. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താ? നമ്മളുടെ പിസ്റ്റന്റെ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഷാഫ്റ്റ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിസ്റ്റന്റെ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഷാഫ്റ്റ് ഏതാണ്? പിസ്റ്റന്റെ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് എന്ന് പഠിച്ചു വെക്കാം. മെക്കാനിക്കലുകാർക്ക് സിമ്പിൾ ആയിരിക്കും, ഇലക്ട്രിക്കലുകാർ കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളുടെ അക്കാദമിയിലും ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോ ഞാൻ പറഞ്ഞു, ആദ്യമേ നമ്മൾ പഠിച്ചു തുടങ്ങുക. അതാ പറയുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒക്കെ വെച്ച് വളരെ കൃത്യമായിട്ട് അത് പഠിച്ചു പോവുക. അത്തരത്തിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് വേക്കൻസി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് 400 മുകളിൽ നിയമനം ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനിയും ഒരു വർഷത്തോളം ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. പഴയ ലിസ്റ്റ് അവസാനിക്കുന്ന മുറയ്ക്ക് പുതിയ ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് PSC ഇത്ര പെട്ടെന്ന് ഇതിന് നോട്ടിഫിക്കേഷൻ ഇറക്കി അതിന്റെ പരീക്ഷയൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു അവസരമാണ് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ ആണോ? അപ്പൊ പിസ്റ്റന്റെ TDC BDC, TDC എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പോയിന്റ്, BDC എന്ന് പറഞ്ഞാൽ താഴെയുള്ള പോയിന്റ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ TDCയുടെയും BDCയുടെയും ഇടയിലുള്ള ഒരു അകലമില്ലേ? ഈ TDCയുടെയും BDCയുടെയും ഇടയിലുള്ള ഒരു അകലമില്ലേ? അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എഞ്ചിന്റെ കേസിലെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TDC ആൻഡ് BDC. TDCയുടെയും BDCയുടെയും ഇടയിലുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്.
TDC എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റ്, BDC എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും താഴെയുള്ള പോയിന്റുമായിരിക്കും. TDCയുടെയും BDCയുടെയും ഇടയിലുള്ള അകലത്തിന് പറയുന്ന പേരാണ് സ്ട്രോക്ക് എന്നും പഠിച്ചു വെക്കുക. അപ്പൊ TDCയുടെയും BDCയുടെയും ഇടയിലെ ഈ ഭാഗത്തെ വോളിയത്തിന് നമ്മൾ എന്ത് പറയുന്നു? സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നു. സെപ്റ്റ് വോളിയം, സ്ട്രോക്ക് വോളിയം, ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഇതെല്ലാം എന്താണ്? ഒരു എഞ്ചിൻ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം, ഈ എഞ്ചിൻ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റ് വോളിയവും സ്ട്രോക്ക് വോളിയവും ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഒന്ന് തന്നെയാണ്. TDCയുടെയും BDCയുടെയും ഇടയിലുള്ള ഭാഗത്തെ വോളിയത്തിന് നമ്മൾ സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ എന്താണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ TDCയിൽ എത്തി നിൽക്കുമ്പോൾ, പിസ്റ്റൺ ഏറ്റവും മുകളിലാണ്. ഞാൻ അപ്പൊ വരയ്ക്കാമെന്ന് നോക്കിക്കോളൂ. പിസ്റ്റൺ ഏറ്റവും മുകളിലാണ്. ആ പിസ്റ്റൺ ഏറ്റവും മുകളിൽ എത്തിയാൽ അതിന്റെയും മുകളിൽ എന്തുണ്ട്? കുറച്ച് വ്യാപ്തം, കുറച്ച് വോളിയം ബാക്കിയുണ്ട്. കുറച്ച് വോളിയം അവിടെ ബാക്കിയുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്ന പേര് ക്ലിയറൻസ് വോളിയം. എന്താ പേര്? ക്ലിയറൻസ് വോളിയം എന്നാണ് പറയാ. അപ്പൊ പിസ്റ്റൺ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? പിസ്റ്റൺ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആ മുകൾ ഭാഗത്ത് കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്. ആ സ്പേസ് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള വോളിയത്തിന് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നു. പിസ്റ്റൺ കടന്ന് ചലിക്കുന്ന ഭാഗത്തെ വോളിയത്തിന് സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോട്ടൽ വോളിയം? TV എന്നൊക്കെ പറയാം. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് എ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ BDCയിൽ പിസ്റ്റൺ നിൽക്കുകയാണ്. പിസ്റ്റൺ ഏറ്റവും താഴത്താണ്. പിസ്റ്റൺ BDCയിൽ നിൽക്കുകയാണ്. അപ്പോൾ മുകളിലുള്ള വോളിയത്തിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ടോട്ടൽ വോളിയം എന്നാണ്. പിസ്റ്റൺ TDCയിൽ നിൽക്കുമ്പോൾ, പിസ്റ്റൺ ഏറ്റവും ഉയരത്തിലായിട്ടുള്ള TDCയിൽ നിൽക്കുമ്പോൾ മുകളിലുള്ള വോളിയത്തെ ക്ലിയറൻസ് വോളിയം എന്ന് പറയുമെന്നുണ്ടെങ്കിൽ, TDCയുടെയും BDCയുടെയും ഇടയിലുള്ള ഭാഗത്തെ വോളിയത്തിനെ സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം അഥവാ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറയുമെന്നുണ്ടെങ്കിൽ, പിസ്റ്റൺ ഏറ്റവും താഴെ എത്തി നിൽക്കുമ്പോഴുള്ള, പിസ്റ്റൺ BDCയിലായി നിൽക്കുമ്പോൾ മുകളിലുള്ള വോളിയത്തിനെ ടോട്ടൽ വോളിയം എന്നാണ് പറയാം. പിസ്റ്റൺ BDCയിൽ എത്തി നിൽക്കുമ്പോൾ മുകളിലുള്ള വോളിയത്തിനെ ടോട്ടൽ വോളിയം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ടോട്ടൽ വോളിയം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയേ, ടോട്ടൽ സെപ്റ്റ് വോളിയം ഇൻ ആൾ സിലിണ്ടർ ഓഫ് ആൻ എഞ്ചിൻ ഇസ് കാൾഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ സെപ്റ്റ് വോളിയം ഇൻ ആൾ സിലിണ്ടേഴ്സ് ഓഫ് ആൻ എഞ്ചിൻ ഇസ് കാൾഡ്. ഒരു എഞ്ചിന്റെ കേസ് ആണ്, ഒരു എഞ്ചിന്റെ കേസ്. എല്ലാ സിലിണ്ടറിനെയും സെപ്റ്റ് വോളിയം ഒന്നിച്ചു കൂട്ടാം. ഒരു സിലിണ്ടറിന്റെ സെപ്റ്റ് വോളിയം ഇപ്പൊ എവിടെയുണ്ട്? ഒരു സിലിണ്ടറിന്റെ സെപ്റ്റ് വോളിയം ഒരു 100 cc ആണ് എന്ന് കരുതുക. ഒരു സിലിണ്ടറിന്റെ സെപ്റ്റ് വോളിയം ഒരു 100 cc ആണ് എന്ന് കരുതുക. അപ്പൊ ഈ 6 സിലിണ്ടറുകളെയും സെപ്റ്റ് വോളിയം ഒന്നിച്ചു കൂട്ടിയാൽ എത്ര കിട്ടും? 600 cc കിട്ടും. ഈ 600 cc എന്ന് പറഞ്ഞാൽ എന്താ? എഞ്ചിൻ കപ്പാസിറ്റി അഥവാ ക്യൂബിക് കപ്പാസിറ്റി ആണ് അല്ലെ? എഞ്ചിൻ കപ്പാസിറ്റി അഥവാ ക്യൂബിക് കപ്പാസിറ്റി ആണ്. ടോട്ടൽ സെപ്റ്റ് വോളിയം ഇൻ ആൾ സിലിണ്ടർ. ടോട്ടൽ സെപ്റ്റ് വോളിയം ഇൻ ആൾ സിലിണ്ടർ ഇസ് കാൾഡ്. ടോട്ടൽ സെപ്റ്റ് വോളിയം ഇൻ ആൾ സിലിണ്ടർ ഇസ് കാൾഡ്. ടോട്ടൽ സെപ്റ്റ് വോളിയം ഇൻ ആൾ സിലിണ്ടേഴ്സ് ഓഫ് ആൻ എഞ്ചിൻ ഇസ് കാൾഡ് ക്യൂബിക് കപ്പാസിറ്റി അഥവാ എന്താണ്? ക്യൂബിക് കപ്പാസിറ്റി അഥവാ എഞ്ചിൻ കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ടോട്ടൽ സെപ്റ്റ് വോളിയം ഇൻ ആൾ സിലിണ്ടർ ഓഫ് ആൻ എഞ്ചിൻ ഇസ് കാൾഡ് ക്യൂബിക് കപ്പാസിറ്റി അഥവാ എഞ്ചിൻ കപ്പാസിറ്റി. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ച് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഉത്തരം എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ച്, ഇലക്ട്രിക്കൽ ആർക്കും മെക്കാനിക്കൽ ആർക്കും ഒക്കെ നോക്കാം. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് വൺ സിലിണ്ടർ ഓഫ് ആൻ എഞ്ചിൻ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് സ്ട്രോക്ക് ഇസ് നോൺ ആസ്. അതായത് ഒരു സിലിണ്ടറിന്റെ മാത്രം കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ πr² ഇൻറ്റു πr². cross sectional area of one cylinder of an engine is multiplied by its stroke πr². h എന്ന് പറഞ്ഞാൽ എന്താണ്? h എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് അല്ലേ? h എന്ന് പറഞ്ഞാൽ TDCയുടെയും BDCയുടെയും ഇടയിലുള്ള ഈ ഹൈറ്റ് അല്ലേ? അതിനെ സ്ട്രോക്ക് എന്നല്ലേ പറയാം. TDCയുടെയും BDCയുടെയും ഇടയിലുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ πr²h അതെന്താണ്? ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു അതിന്റെ സ്ട്രോക്ക് ലെങ്ത്. ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു അതിന്റെ സ്ട്രോക്ക് ലെങ്തിനെ പറയുന്ന പേര് എന്താണ്? ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു അതിന്റെ ലെങ്തിന് അല്ലെങ്കിൽ അതിന്റെ സ്ട്രോക്കിനെ പറയുന്ന പേര് സ്ട്രോക്ക് വോളിയം എന്നും പറയാറുണ്ട്, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്നും പറയാറുണ്ട്, സെപ്റ്റ് വോളിയം എന്നും പറയാറുണ്ട്. ഉത്തരം ഓൾ ഓഫ് ദിസ് ആണ് വരുന്നത്.
അപ്പോൾ ക്വസ്റ്റ്യന്റെ രീതി നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനും വിശദമായിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വരുന്ന മുറയ്ക്ക് ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിലും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവസരം ഉണ്ടായിരിക്കും. ഞാനതാണ് പറയുന്നത്, തുടക്കത്തിലെ പഠിച്ചു തുടങ്ങുക. അതൊക്കെ പോട്ടെ, നമ്മൾ തുടക്കത്തിലെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴേ നമ്മൾ പഠിച്ചിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷ ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ? സ്ട്രോക്ക് വോളിയം, സെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം, TDC, VDC, സ്ട്രോക്ക്, ഇതൊക്കെ എന്താണെന്ന് ഏതാണ്ട് ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എഞ്ചിൻ കപ്പാസിറ്റി നമ്മൾ CC എന്നാ പറയാ. 150 cc എഞ്ചിൻ, 800 cc എഞ്ചിൻ, 1.2 ലിറ്റർ കപ്പാസിറ്റി എഞ്ചിൻ എന്നൊക്കെ പറയും. അതെന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ടെക്നിക്കൽ ടേം കൂടി നോക്കണം. എന്താണ്? ബോർ. ബോർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ആണല്ലോ. അപ്പൊ എഞ്ചിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അകത്തൊരു സിലിണ്ടർ അല്ലേ ഉള്ളത്, ഇതിനകത്തൊരു സിലിണ്ടർ അല്ലേ ഉള്ളത്. ഈ സിലിണ്ടറിന്റെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്ന പേര്, ഒരു എഞ്ചിൻ സിലിണ്ടറിനകത്തെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്ന പേര്, ഒരു എഞ്ചിൻ സിലിണ്ടറിന്റെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എഞ്ചിൻ സിലിണ്ടറിനകത്തെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്ന പേരാണ് ബോർ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ബോർ ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിന്റെ കേസിൽ ബോർ എന്ന് പറഞ്ഞാൽ ദ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ആൻ എഞ്ചിൻ സിലിണ്ടർ. ദ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ആൻ എഞ്ചിൻ സിലിണ്ടർ ഇസ് കാൾഡ് ബോർ ഓഫ് ആൻ എഞ്ചിൻ എന്ന് പഠിച്ചു വെക്കുക. ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ TDCയിൽ എത്തി നിൽക്കുമ്പോൾ മുകളിലുള്ള വോളിയം ക്ലിയറൻസ് വോളിയം, പിസ്റ്റൺ BDCയിൽ എത്തി നിൽക്കുമ്പോൾ മുകളിലുള്ള വോളിയം ക്ലിയറൻസ് വോളിയം, സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം കൂട്ടണം. ക്ലിയറൻസ് വോളിയവും സ്ട്രോക്ക് വോളിയവും കൂട്ടണം. ക്ലിയറൻസ് വോളിയവും ഈ സ്ട്രോക്ക് വോളിയം കൂട്ടിയാലേ എന്ത് കിട്ടുള്ളൂ? പിസ്റ്റൺ BDCയിൽ എത്തി നിൽക്കുമ്പോഴുള്ള വോളിയം കിട്ടുകയുള്ളൂ. പിസ്റ്റൺ BDCയിൽ എത്തി നിൽക്കുമ്പോൾ മുകളിലുള്ള വോളിയം കിട്ടണമെങ്കിൽ നമ്മുടെ TDCയിൽ നിൽക്കുമ്പോഴുള്ള ക്ലിയറൻസ് വോളിയം കൂട്ടണം. TDCയുടെയും BDCയുടെയും ഇടയിലുള്ള സെപ്റ്റ് വോളിയം കൂട്ടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ വോളിയം ലഭ്യമാവുകയുള്ളൂ. അപ്പൊ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. A 4-cylinder engine has a capacity of 2.8 liters. 2.8 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി. എത്ര സിലിണ്ടറുമാണ്? 4 സിലിണ്ടറുമാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ചെറുതായിട്ട് മാറ്റുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയാം അല്ലെ. ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നിങ്ങളൊന്ന് കണക്കാക്കിയിട്ട് അതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. A 4-cylinder engine has a capacity of 2.8 liters. കമന്റ് ചെയ്യുക. അത് എങ്ങനെയാണ് അതിന്റെ ഉത്തരം വന്നതെന്ന് കൂടി പറയണം കേട്ടോ. കമന്റ് ചെയ്തേ നിങ്ങൾ യൂട്യൂബില്. A 4-cylinder engine has a capacity of 2.8 liter. 2.8 ലിറ്റർ ആണുള്ളത്. അപ്പൊ അതിന്റെ സ്ട്രോക്ക് വോളിയം എത്രയാ? ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം എത്രയാ? മൊത്തം എല്ലാ സിലിണ്ടറും കൂടി എത്ര കപ്പാസിറ്റി ഉണ്ട്? 2.8 ലിറ്റർ. 2.8 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2800 cc അഥവാ 2800 സെന്റിമീറ്റർ ക്യൂബ് എന്ന് മാറ്റി എഴുതുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സിലിണ്ടറിന്റെ സെപ്റ്റ് വോളിയം എങ്ങനെയാ കണ്ടുപിടിക്കുക? 2800 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. കാര്യം 4 സിലിണ്ടർ ആണല്ലോ. ഒരു സിലിണ്ടറിന് എങ്ങനെയാ കണ്ടുപിടിക്കുക? 2800 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 7×4 = 28 അല്ലെ. 700 സെന്റിമീറ്റർ ക്യൂബാണ്. 700 സെന്റിമീറ്റർ ക്യൂബാണ് ഒരു സിലിണ്ടറിന്റെ കപ്പാസിറ്റി. ഒരു സിലിണ്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 700 സെന്റിമീറ്റർ ക്യൂബാണ്. അത് ക്ലിയർ ആണോ? ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം എങ്ങനെയാ കണ്ടുപിടിച്ചത്? 2.8 ലിറ്റർ ഡിവൈഡ് ബൈ 2800 സെന്റിമീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ 4 ചെയ്താൽ ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം കിട്ടി. 700 സെന്റിമീറ്റർ ക്യൂബ് ആണ് എന്ന് പഠിച്ച് വെക്കുക. അത്രയും ഓക്കെ ആണെങ്കിൽ അടുത്ത് നോക്കാം. അത്രയും ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കംപ്രഷൻ റേഷ്യോ കാണാൻ വേണ്ടിയിട്ടാണ്. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓരോ എഞ്ചിന്റെ കേസിലും പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും കേസിൽ അത് വ്യത്യാസമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെട്രോൾ എഞ്ചിനുള്ള കംപ്രഷൻ റേഷ്യോ കുറച്ച് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡീസൽ എഞ്ചിനുള്ള കംപ്രഷൻ റേഷ്യോ കൂടുതൽ കൊടുക്കുന്നത്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു ഇക്വേഷൻ മാത്രം എല്ലാവരും പഠിച്ചു വെക്കുക. ഇലക്ട്രിക്കലുകാരും മെക്കാനിക്കലുകാർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഇക്വേഷൻ പഠിക്കുന്നത്. VS plus VC divided by VC എന്ന് പറയും. സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം എന്ന് പറയും. സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം എന്ന് പറയും. അപ്പൊ സ്ട്രോക്ക് വോളിയം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 700 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയറൻസ് വോളിയം എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയറൻസ് വോളിയം 100 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്ര കിട്ടും? 8:1 ഉത്തരം കിട്ടും. 8:1 ഉത്തരം കിട്ടും. ഇത്രയും പഠിച്ചു വെക്കുക. കംപ്രഷൻ റേഷ്യോ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത്രയും പഠിച്ചു വെക്കുക. എഞ്ചിൻ കപ്പാസിറ്റി തരാം, എത്ര സിലിണ്ടർ ആണ് എന്നും തരുന്നുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റിയും തരിക, എത്ര സിലിണ്ടർ ആണ് എന്നും പറയുന്നുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റിയും തരിക, എത്ര സിലിണ്ടർ ആണ് എന്നും പറയുന്നുണ്ട്.
അതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? നമ്മളുടെ എത്രയാണ് ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം എന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. 2800 ഡിവൈഡ് ബൈ 4 ചെയ്തപ്പോൾ 700 സെന്റിമീറ്റർ ക്യൂബ് കിട്ടി. പിന്നെ കംപ്രഷൻ റേഷ്യോന്റെ ഇക്വേഷൻ സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും മെക്കാനിക്കലാരെ സംബന്ധിച്ചോളം. അപ്പൊ അതിന് ഉത്തരം 8:1 കിട്ടും. എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി. ഇത്രയേ ഉള്ളൂ. മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ITI നിലവാരമുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അല്ലാതെ വളരെ ഡെപ്ത് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല സാധാരണഗതിയിൽ ITI ലെവൽ പരീക്ഷകളിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഇത്തരത്തിൽ അതായത് 2 ട്രേഡുകൾക്ക് വേണ്ടി ഒന്നിച്ച് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ മെക്കാനിക്കലുകാർക്ക് ഇലക്ട്രിക്കലിലും ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റണം. തിരിച്ച് ഇലക്ട്രിക്കൽകാർക്ക് മെക്കാനിക്കൽ ടോപ്പിക്കിലും ഒരേപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നല്ല ഒരു മാർക്കൊക്കെ മേടിച്ച നല്ല ടോപ്പ് റാങ്കുകളിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അതിന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമില്ല, ഫ്രം ടുഡേ, ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച പരീക്ഷയ്ക്ക് നമ്മൾ അങ്ങനെ മാനസികമായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടെക്നിക്കൽ ടേം നോക്കി. അടുത്തൊരു ടെക്നിക്കൽ ടേം ത്രോ അഥവാ ക്രാങ്ക് റേഡിയസ്. ക്രാങ്ക് ത്രോ അഥവാ ക്രാങ്ക് റേഡിയസ് എന്താ പറയുക? ക്രാങ്ക് ത്രോ അഥവാ ക്രാങ്ക് റേഡിയസ്. ക്രാങ്ക് ഷാഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഷാഫ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പിസ്റ്റന്റെ ചലനത്തെ, പിസ്റ്റനെ താഴത്തേക്കും മുകളിലേക്കും ചലിപ്പിക്കുന്നത് ആരാണ്? പിസ്റ്റനെ താഴത്തേക്കും മുകളിലേക്കും ചലിപ്പിക്കുന്നത് അഥവാ പിസ്റ്റൻ ചലിക്കുന്ന സമയത്ത് കറങ്ങുന്നത് ആരാണ്? ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷാഫ്റ്റ് ആണ് പിസ്റ്റന്റെ ചലനം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റില് പിസ്റ്റനെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം, ഇതിനെ കണക്ടിങ് റോഡ് എന്നാണ് പറയാ. പിസ്റ്റനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെ ക്രാങ്ക് പിന്നി എന്ന് പറയും. എന്താ പേര് പറയാ? ക്രാങ്ക് പിന്നി എന്ന് പേര് പറയും. അപ്പൊ ക്രാങ്ക് പിന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിൽ, ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിൽ ഈ പിസ്റ്റനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, പിസ്റ്റനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം, ആ പിസ്റ്റനെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെ പറയുന്ന പേര്, പിസ്റ്റനെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? ക്രാങ്ക് പിന്നി എന്നാണ് പറയാം. ഇവിടെ നോക്കുക വെച്ചാൽ പച്ച കളറുള്ളത്, ഈ ഒരു പച്ച കളറുള്ള പെട്ടി, ആ പച്ച കളറുള്ള ഒരു പെട്ടി നോക്കാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രാങ്ക് പിന്ന്. എന്താ പേര്? ക്രാങ്ക് പിന്നി എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെ ക്രാങ്ക് പിന്നി എന്നാണ് പറയാം. അപ്പൊ ഈ ചിത്രത്തിൽ ഇതാണ് ക്രാങ്ക് പിന്നി. ക്രാങ്ക് ഷാഫ്റ്റ് താഴെയായിരിക്കുന്നത്. അപ്പൊ ഇതാണ് ക്രാങ്ക് പിന്നി എന്ന് പറയുന്നത്. അപ്പൊ ക്രാങ്ക് പിന്നിന്റെ സെന്റർ ലൈനും മെയിൻ ജേണൽ എന്ന് പറയും. എന്താ മെയിൻ ജേണൽ? മെയിൻ ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എഞ്ചിന്റെ മുകളിലേക്ക് പിടിപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. നമ്മൾ എഞ്ചിന്റെ മുകളിലേക്ക് ഉറപ്പിക്കണല്ലോ, ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ എഞ്ചിന് മുകളിലേക്ക് നമ്മൾ ഉറപ്പിക്കണല്ലോ, അതിനു വേണ്ടിയുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിന് പറയുന്ന പേര് മെയിൻ ജേണൽ എന്നാണ്. അതിന് പറയുന്ന പേര് എന്താണ്? മെയിൻ ജേണൽ എന്നാണ്. മെയിൻ ജേണൽ എന്നാണ്. അപ്പോ മെയിൻ ജേണലിന്റെ സെൻട്രൽ ലൈനും ഇത്രയും പഠിച്ചു വയ്ക്കുക. ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 ഭാഗങ്ങളാണ്, ഒന്ന് മെയിൻ ജേണലും ഒന്ന് ക്രാങ്ക് പിന്നും. നമ്മളുടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 ഭാഗങ്ങളാണ്, ഒന്ന് മെയിൻ ജേണലും ഒന്ന് ക്രാങ്ക് പിന്നും. അപ്പൊ ക്രാങ്ക് പിന്നിന്റെ സെന്റർ ലൈനും മെയിൻ ജേണലിന്റെ സെന്റർ ലൈനും നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്ത് പുറത്തേക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, മെയിൻ ജേണലിന്റെ സെന്റർ ലൈൻ നമ്മൾ വരച്ചോ, അതേപോലെ ക്രാങ്ക് പിന്നിന്റെ സെന്റർ ലൈൻ നമ്മൾ വരച്ചു. ഈ ഒരു അകലം ഉണ്ടല്ലോ, ഈ ഒരു അകലത്തിനെയാണ് നമ്മൾ ക്രാങ്ക് ത്രോ അഥവാ ക്രാങ്ക് റേഡിയസ് എന്ന് പറയുന്നത്. വെറും ത്രോ എന്നല്ല പറയാറുള്ളത്, ക്രാങ്ക് ത്രോ അഥവാ ക്രാങ്ക് റേഡിയസ് എന്നാണ് പറയാറുള്ളത്. ക്രാങ്ക് ത്രോ അഥവാ ക്രാങ്ക് റേഡിയസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ക്രാങ്ക് ത്രോ അഥവാ ക്രാങ്ക് റേഡിയസ് എന്ന് പറഞ്ഞാൽ മെയിൻ ജേണലിന്റെ സെൻട്രൽ ലൈനും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ക്രാങ്ക് പിന്നിന്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള അകലത്തെ ക്രാങ്ക് ത്രോ എന്ന് പറയുന്നു. പിസ്റ്റൺ സ്ട്രോക്ക് ഇസ് ഡബിൾ ഓഫ് ത്രോ എന്ന് പറയാനുള്ളത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ITI ലെവൽ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ കാണാം. സ്ട്രോക്ക് ഇസ് ഈക്വൽ ടു 2 into ക്രാങ്ക് ത്രോ എന്നാണ് പറയാ. 2 into ക്രാങ്ക് ത്രോ എന്നാണ് പറയാ. അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് crank throw, the distance between center of the crank pin to the center of the main journal, center of the crank pin to the center of the crank pin to the center of the main journal, center of the crank pin to the center of the main journal എന്ന് പറയുന്ന പേര് crank throw അഥവാ crank radius എന്നാണ്. അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് stroke is equal to 2 into crank radius അഥവാ crank radius is equal to stroke divided by 2. അപ്പോൾ stroke എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. TDC യുടെയും BDC യുടെയും ഇടയിലുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും
അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ ക്രാങ്ക് റേഡിയസിന്റെ അഥവാ ക്രാങ്ക് ത്രോയുടെ ഇരട്ടി ആയിരിക്കും എന്ത് വരിക, സ്ട്രോക്ക് വരിക. ഇരട്ടി ആയിരിക്കും എന്ത് വരിക, സ്ട്രോക്ക് വരിക. അഥവാ സ്ട്രോക്കിന്റെ പകുതിയാണ് എന്ത് വരിക, ക്രാങ്ക് റേഡിയസ് വരിക. സ്ട്രോക്ക് ഡിവൈഡഡ് ബൈ 2 ക്രാങ്ക് റേഡിയസ് ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് ഡിവൈഡഡ് ബൈ 2 ആണെന്ന് പഠിച്ചു വെക്കുക. സ്ട്രോക്ക് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്രാങ്ക് റേഡിയസ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗം നോക്കിയേ. അടുത്തൊരു ഭാഗം ഫയറിംഗ് ഓർഡർ എന്നാ പറയാം. ഫയറിംഗ് ഓർഡർ മെക്കാനിക്കലാർക്ക് എന്തായാലും അറിയാം, എനിക്ക് ഉറപ്പുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കലാർ കൂടി അത് മനസ്സിലാവണല്ലോ. എന്താണ് ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ, ഒരു എഞ്ചിന്റെ കേസിൽ നമ്മൾ കണക്കാക്കുക, എഞ്ചിൻ പല തരത്തിലുണ്ട്. പെട്രോൾ എഞ്ചിനുകളുണ്ട്, ഡീസൽ എഞ്ചിനുകളുണ്ട്, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്, 2 സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്, 3 സിലിണ്ടർ ഉണ്ട്, 4 സിലിണ്ടർ ഉണ്ട്, 6 സിലിണ്ടർ ഉണ്ട്. എഞ്ചിൻ സിലിണ്ടറുകൾ തന്നെ ഇങ്ങനെ ഒരൊറ്റ ലൈനിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻലൈൻ എഞ്ചിനുകൾ ഉണ്ട്. 2 സൈഡിലേക്കും സിലിണ്ടറുകൾ ചെരിഞ്ഞു നിൽക്കുന്ന വി ടൈപ്പ് എഞ്ചിനുകൾ ഉണ്ട്. സർക്കുലർ ഷേപ്പിൽ സിലിണ്ടറുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള റേഡിയൽ ടൈപ്പ് എഞ്ചിനുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോ തരത്തിലുള്ള എഞ്ചിനുകൾ ഉണ്ട് അല്ലെ. ഓരോ എഞ്ചിനിൽ ഇപ്പൊ ഒരു 6 സിലിണ്ടർ എഞ്ചിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ കാണുന്നത് ഒരു 6 സിലിണ്ടർ എഞ്ചിനാണ്. ഈ 6 സിലിണ്ടർ എഞ്ചിനില് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കിയ റെഡ് കളറിൽ സംഭവിക്കുന്നത് അതാണ് ഫ്യൂവല് കത്തുന്നത്. ഇവിടെ ഫ്യൂവല് കത്തുന്നുണ്ട് കേട്ടോ. ഈ റെഡ് കളറിൽ നോക്കുക, അവിടെ ഫ്യൂവല് കത്തുന്നതായിട്ട് കാണാം. നോക്കിക്കോളൂ, ആ ഒന്നാമത്തെ സിലിണ്ടറിൽ ഇപ്പൊ ഫ്യൂവല് കത്തി. അത് കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ സിലിണ്ടറിൽ ആ ഫ്യൂവല് കത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ സിലിണ്ടറിൽ ആ ഫ്യൂവൽ കത്തുന്നത്. നിങ്ങളൊന്ന് വെറുതെ നോക്കി, 1ാമത്തെ സിലിണ്ടറിൽ ഫ്യൂവൽ കത്തിയാൽ പിന്നെ 5ാമത്തേല, പിന്നെ 3ാമത്തേതില് 1536, പിന്നെ 6ല, പിന്നെ 2ല, പിന്നെ 4ലുമാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ കത്തുന്നത്. അപ്പോൾ ഓരോ സിലിണ്ടറിൽ ഫ്യൂവൽ കത്തിയിട്ടാണല്ലോ പവർ ഉണ്ടാകുന്നത്. ഓരോ സിലിണ്ടറിലും പവർ ഉണ്ടാകുന്നത് ഒരു ഇടവേളയിലാണ് അല്ലെ. ഒരു സിലിണ്ടർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത സിലിണ്ടറിൽ പാടുന്നത്. എന്നാൽ തൊട്ടടുത്ത സിലിണ്ടറിൽ എല്ലാ പവർ ഉണ്ടാവുന്നത്. ആ ഒരു ക്രമത്തിനെയാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. പവർ ഇമ്പൾസസ് ഒക്കൂറിംഗ് ഈച്ച് സിലിണ്ടർ ഓഫ് എ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഇസ് കാൾഡ് ഫയറിംഗ് ഓർഡർ. ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനില് ഓരോ സിലിണ്ടറിലും പവർ ഉൽപ്പാദിപ്പിക്കുന്ന ക്രമത്തിനെയാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു 6 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ അവിടുത്തെ ഫയറിംഗ് ഓർഡർ വരുന്നത് 153624 എന്നുള്ളതാണ്. ഒരു 6 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ അവിടുത്തെ ഫയറിംഗ് ഓർഡർ വരുന്നത് എത്രയാണ്? 153624 ആണ്. 153624. ഒന്നാമത്തെ സിലിണ്ടറിൽ പവർ ഉണ്ടായാൽ പിന്നീട് പവർ ഉണ്ടാവുക എത്രയിലാണ്? 5ാമത്തെ സിലിണ്ടറിലാണ്. പിന്നീട് പവർ ഉണ്ടാവുക 3ാമത്തെ സിലിണ്ടറിലാണ്. പിന്നീട് പവർ ഉണ്ടാവുക 6, പിന്നീട് പവർ ഉണ്ടാവുക 2, പിന്നീട് പവർ ഉണ്ടാവുക 4. അപ്പൊ 153624 എന്നുള്ളതാണ് ഒരു 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ കാണുവാൻ സാധിക്കും. പഴയ കാലഘട്ട പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ്. 153624 ആണ് 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. ഒരു 6 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്, അത് വേറെ ടൈപ്പ്, അതായത് പല രീതിയിൽ ഫയറിംഗ് ഓർഡർ കൊടുക്കാം. ചില എഞ്ചിനുകളിൽ 142635 എന്നുള്ള ഫയറിംഗ് ഓർഡർ ആയിരിക്കും. 1ാമത്തെ സിലിണ്ടറിൽ പവർ ഉണ്ടായാൽ പിന്നീട് 4, പിന്നീട് 2, പിന്നീട് 6, പിന്നീട് 3, പിന്നീട് 5ാമത്തെ സിലിണ്ടറിലും പവർ ഉണ്ടാവുന്ന രീതിയിലുള്ള 6 സിലിണ്ടർ എഞ്ചിനുകളും ഉണ്ട്. അപ്പോൾ 153624 എന്നുള്ളതും 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ്. 142635 എന്നുള്ളതും 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ തന്നെയാണ്. ഒരു 4 സിലിണ്ടർ എഞ്ചിന്റെ കേസിലാണെങ്കിൽ 1342ഉം 1243ഉം ഒക്കെയാണ് ഫയറിംഗ് ഓർഡർ ആയിട്ട് പറയുന്നത്. 3 സിലിണ്ടർ എഞ്ചിന്റെ കേസിൽ 1ാമത്തെ സിലിണ്ടറിൽ പവർ ഉണ്ടായാൽ പിന്നീട് 2ാമത്തതിലല്ല പവർ ഉണ്ടാവുക, പിന്നീട് 3ാമത്തതിലാണ് ഉണ്ടാവുക. 13132 എന്നുള്ളതാണ് 3 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 5 സിലിണ്ടർ എഞ്ചിനൊന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. എങ്കിൽ പോലും 13542 എന്നുള്ളതാണ് എന്തിന്റെ ഫയറിംഗ് ഓർഡർ? നമ്മുടെ ഒരു 5 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആയിട്ട് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളാണ്. എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മളുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ പഠിച്ചു തുടങ്ങുക. ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമ്മളുടെ ഈ ഒരു PSC ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു തുടങ്ങുക. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം എത്രയായാലും ഒരു 500 മുകളിൽ നിയമനമൊക്കെ എന്തായാലും സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ്. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തിക നല്ലൊരു പോസ്റ്റുമാണ്. നല്ല സാലറി സ്കെയിലും കാര്യങ്ങളും ഒക്കെയുള്ള പോസ്റ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നടത്താം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു IC എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച്
കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയി ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് തന്നെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുക. എല്ലാവരും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പൊ എല്ലാവർക്കും വരാൻ പോകുന്ന കേരള വാട്ടർ അതോറിറ്റി പരീക്ഷ, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് ഒരു വിജയാശംസ അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ് കൂടി നേർന്നുകൊണ്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.